മഴ കനക്കുകയാണ്. കാലവർഷം കനക്കുമ്പോൾ തെക്കൻ തീരത്ത് മഴക്കെടുതിയിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും മരങ്ങൾ കടപുഴകി വീണ് വീടുകൾ തകർന്നു. വൻമരങ്ങൾ കടപുഴകിയതിനെ തുടർന്ന് കൊല്ലം കിട്ടക്കോണം മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ടു. പലയിടത്തും മരം വീണ് വൈദ്യുതി തടസ്സപ്പെട്ടു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആരംഭിച്ച ശക്തമായ മഴയിൽ തെക്കൻ തീരത്ത് കനത്ത നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ശക്തമായ കാറ്റിൽ തിരുവനന്തപുരത്ത് 2 വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയി. ചെമ്പഴന്തി സ്വദേശി അനിലിന്റെയും കഴക്കൂട്ടം സൈനിക് നഗറിലെ മോഹനൻ ഉഷ ദമ്പതികളുടെയും വീടിന്റെ മേൽക്കൂരകളാണ് പറന്നുപോയത്. മഴ കനത്തതോടെ മരങ്ങൾ കടപുഴകി. 2 വീടുകളാണ് ഭാഗികമായി തകർന്നത്. കഴക്കൂട്ടം പുല്ലാട്ടുകരി സ്വദേശി സിന്ധുവിന്റെയും നെടുമങ്ങാട് സ്വദേശി അജിത്തിന്റെയും വീടിന്റെ മേൽക്കൂര തകർത്തുകൊണ്ട് കൂറ്റൻ മരങ്ങളാണ് മറിഞ്ഞു വീണത്. കൊല്ലത്തും പത്തനംതിട്ടയിലും ശക്തമായ മഴ തുടരുന്നു. പത്തനംതിട്ട കോന്നി കൊന്നപ്പാറയിൽ കാറ്റിൽ വീട് നിലം പൊത്തി. കൊന്നപ്പാറ സ്വദേശി പുഷ്പകുമാറിന്റെ വീടാണ് തകർന്നത്. മഴക്കെടുതിയിൽ വീടുകൾ തകർന്നെങ്കിലും ആർക്കും തന്നെ ആളപായമില്ലെന്നത് ആശ്വാസമാണ്. കൊല്ലം ഏരൂർ ഭാരതീപുരം കിട്ടക്കോണം മേഖലയിൽ റോഡിന് കുറുകെ പല സ്ഥലങ്ങളിൽ വൻമരങ്ങൾ കടപുഴകി. ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ വീണ് കിടക്കുന്നത് കാരണം ഈ മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ടു. മറുഭാഗത്ത് വനമേഖലയാണ്. കിടപ്പുരോഗികൾ ഉൾപ്പെടെയുള്ളവർ താമസിച്ചു വരുന്ന വീടുകളുടെ മുകളിലൂടെ മരം വീണ് കിടക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ഫയർഫോഴ്സോ ബന്ധപ്പെട്ട അധികാരികളോ ഇതുവരെ എത്തിയിട്ടില്ല. മണിമലയാറിലും അച്ചൻകോവിലാറിലും ജലനിരപ്പ് ഉയർന്നു. തിരുവല്ല നഗരസഭയിലെ തിരുമൂലവരം, മങ്കരശ്ശേരി, ആറ്റുമാലി എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. പ്രദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.